എല്ലാവർക്കും പുതിയൊരു വീഡിയോയോട്ട് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കതിലെ പേജ് നമ്പർ 22 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, എക്സ്പ്രസ് ദ ഫോളോവിങ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അതായത് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സ്പോണൻഷ്യൽ ഫോം എന്താണെന്ന് അറിയാലോ കൂട്ടുകാർക്ക്. നമ്മൾ ഒരു നമ്പറിൻ്റെ പവറായിട്ട് എഴുതുക. n റൈസ് ടു 2, n റൈസ് ടു 3, അതായത് 6 സ്ക്വയർ, 6 റൈസ് ടു 2, 6 റൈസ് ടു 4 അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് എക്സ്പോണൻഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ 6 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 6 റൈസ് ടു 6 4 ടൈംസ് ഉണ്ട്. 6 ടു ദ പവർ 4 അല്ലെങ്കിൽ 6 റൈസ് ടു 4 എന്ന് പറയാം. അതുപോലെ ബി എങ്ങനെ എഴുതാം, y നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ y നോക്കാം. ഇവിടെ y എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് y റൈസ് ടു 2 അല്ലെങ്കിൽ y സ്ക്വയർ എന്ന് പറയാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ബി 4 ടൈംസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് b റൈസ് ടു 4. ദെൻ ഇവിടെ 5 ഉണ്ട് 7 ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് എഴുതണം. ആദ്യം 5 ആണ്. 5 എത്ര ടൈംസ് ഉണ്ട്? 5 2 ടൈംസ്. അപ്പോൾ 5 സ്ക്വയർ അല്ലെങ്കിൽ 5 റൈസ് ടു 2 ഇൻറ്റു 7 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അപ്പോൾ 7 റൈസ് ടു 3 അല്ലെങ്കിൽ 7 ക്യൂബ് എന്ന് റീഡ് ചെയ്യാം ഇതിന്. അതുപോലെ ഇവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2 എത്ര ടൈംസ് ഉണ്ട്? 2 രണ്ട് തവണ ഉണ്ട്. അപ്പോൾ 2 സ്ക്വയർ അല്ലെങ്കിൽ 2 റൈസ് ടു 2 എന്ന് പറയാം. ദെൻ ഇവിടെ എയും എത്ര തവണയുണ്ട്? 2 തവണ, അതായത് എ സ്ക്വയർ അല്ലെങ്കിൽ എ റൈസ് ടു 2 എന്ന് പറയാം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ ഇവിടെ എ എത്ര ടൈംസ് ഉണ്ട്? എ എന്ന് പറയുന്നത് 3 ടൈംസ് ഉണ്ട്. എ ക്യൂബ് അല്ലെങ്കിൽ എ റൈസ് ടു 3. ദെൻ സി എത്ര ടൈംസ് ഉണ്ട്? സി 4 ടൈംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സി റൈസ് ടു 4. ദെൻ ഡി ഒറ്റ തവണയുള്ളൂ. അപ്പോൾ നമുക്ക് ഡി റൈസ് ടു 1 എന്ന് എഴുതാം. ഇവിടെ 1 ഇട്ടില്ലേലും കുഴപ്പമില്ല, ഡി എന്ന് മാത്രം എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ദെയർ പ്രൈം ഫാക്ടേഴ്സ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അതായത് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ ഓരോ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഫാക്ടേഴ്സ് ആക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 648നെ നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്യാം. 648 ഡിവൈഡഡ് ബൈ, ഫസ്റ്റ് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ക്കകത്ത് 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. ദെൻ 4-നകത്ത് 2 ടൈംസ്, 8-നകത്ത് 4 ടൈംസ്, 3 24. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3ക്കകത്ത് 1 ടൈം. ദെൻ ഇവിടെ നിന്ന് 1 ബാലൻസ് ആർക്ക് കൊടുക്കും? 2-ന് കൊടുക്കും. അപ്പോൾ 2 എത്രയാവും? 12 ആവും. ദെൻ 12/2 എന്ന് പറയുന്നത് 6. ദെൻ 4-നകത്ത് 2 ടൈംസ്. അഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16-നകത്ത് 8 ടൈംസ് ഉണ്ട് 2. ദെൻ 2 ഡിവൈഡ് ബൈ 2 1 അല്ലേ. വീണ്ടും നമുക്ക് ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കാര്യം ഇവിടെ 81 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 8 + 1 ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് നമുക്ക് 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8-നകത്ത് 2 ടൈംസ് ഉണ്ട് 3 അല്ലേ. ദെൻ ബാലൻസ് എന്ത് വരും? 2 ആർക്ക് കൊടുക്കും? 1-ന് കൊടുക്കും. അപ്പം 1 എന്താവും? 121 ആവും. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 7 ആവും. നമ്മുടെ ആൻസർ 27. അഗൈൻ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27-നകത്ത് എത്ര ടൈംസ് ഉണ്ട്? 3. 9 3s are 27 അല്ലേ. ദെൻ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 1 എന്ന് കിട്ടും. ഇനി നമുക്ക് കിട്ടിയ ഈ നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 648 ഈക്വൽ ടു ഈ കിട്ടിയ നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ദെൻ ഇനി നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ഇവിടെ 2 ആണല്ലോ. 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. അപ്പോൾ 2 റൈസ് ടു 3 ഇൻറ്റു അടുത്ത നമ്പർ 3 അല്ലേ. 3 റൈസ് ടു 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. അപ്പോൾ 2 റൈസ് ടു 3 ഇൻറ്റു 3 റൈസ് ടു 4 എന്ന് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇവിടെ 2 റൈസ് ടു 3 നമുക്ക് 2 ക്യൂബ് എന്നും റീഡ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 405നെ നമുക്ക് ഇനി ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 405നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആണ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9 മൾട്ടിപ്പിൾ ഓഫ് 3 ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം. ദെൻ ബാലൻസ് ആർക്ക് കൊടുക്കും? 0ക്ക് കൊടുക്കും. അപ്പോൾ 0 എത്രയാവും? 10 ആവും. 10-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ്. 3 3s are 9 ആണ്. ബട്ട് ഇവിടുത്തെ 10 ആയതുകൊണ്ട് 1 ബാലൻസ് ആർക്ക് കൊടുക്കും? 5-ന് കൊടുക്കും. അപ്പോൾ 5 എത്രയാവും? 15. 15/3 എത്രയാണ്? 5 135. ഇനി നമുക്ക് ഇവിടുത്തെ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 1 + 3 4, 4 + 5 9. 9 വീണ്ടും 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3s are 12. ദെൻ ബാലൻസ് ആർക്ക് കൊടുക്കും? 5-ന് കൊടുക്കും. അപ്പോൾ 5 എത്രയാവും? 15. 15/3 എത്രയാണ്? 5.
ഓക്കെ, ഇനി നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4-നകത്ത് 1 1 ബാലൻസ് 5 കൊടുക്കുക, അവിടെ 15 ആവും. ദെൻ 5 3s are 50. അഗൈൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 5 3s are 15 അല്ലേ? ദെൻ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതാം. 405 ഈക്വൽ ടു 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 1 ടൈം അല്ലേ? ദെൻ ഇവിടെ 3 ആണല്ലോ ഫസ്റ്റ് നമ്പർ, 3 എഴുതി. 3 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 ടൈംസ്. അപ്പോൾ 3 റൈസ് ടു 4 ഇൻറ്റു 5 റൈസ് ടു 5 ഒരു തവണയല്ലേ ഉള്ളൂ, അപ്പോൾ 5 റൈസ് ടു 1. അവിടെ 1 ഇട്ടില്ലേലും കുഴപ്പമില്ല. 3 റൈസ് ടു 4 ഇൻറ്റു 5 ഇങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 540. അപ്പോൾ 540 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും? ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? 5-നകത്ത് 2 ടൈംസ് 1 ബാലൻസ് 4 കൊടുക്കുമ്പോൾ 4 14 ആവും. 14/2 7 270 0 താഴോട്ട് എഴുതും അല്ലേ? വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2-നകത്ത് 1 ടൈം 7-നകത്ത് 3 ടൈംസ് 3 2s are 6 1 ബാലൻസ് 0 കൊടുക്കുമ്പോൾ 0 10 ആവും. ദെൻ 10/2 5 എന്ന് വരും 135. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമ്മൾ ഏത് നമ്പർ ചൂസ് ചെയ്യും? ഇവിടെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 1 + 3 4 4 + 5 9. അപ്പം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 13-നകത്ത് 4 ടൈംസ് അല്ലേ? 4 3s are 12 1 ബാലൻസ് 5 കൊടുക്കുമ്പോൾ 15 15/3 5. ഓക്കെ, ഇനി നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4-നകത്ത് 1 ടൈം 1 ബാലൻസ് 5 കൊടുക്കുമ്പോൾ 15 ആവും. 15/3 5. ഓക്കെ, ദെൻ അഗൈൻ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3s are 15. ദെൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതും. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. ഓക്കെ, നമ്മൾ നമ്പേഴ്സ് പവർ ആയിട്ട് എഴുതാം. ഇവിടെ ഫസ്റ്റ് നമ്പർ 2 ആണല്ലോ. 2 എത്ര ടൈംസ് ഉണ്ട്? 1 2. അപ്പോൾ 2 റൈസ് ടു 2 ഇൻറ്റു അടുത്ത നമ്പർ ഏതാ? 3. 3 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 3 ടൈംസ്. അപ്പോൾ 3 റൈസ് ടു 3 ഇൻറ്റു 5 റൈസ് ടു 1 1 ഇട്ടില്ലേലും കുഴപ്പമില്ല, 5 എന്ന് എഴുതിയാലും മതിയാവും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3600. അപ്പോൾ 3600 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3-നകത്ത് 1 ടൈം ബാലൻസ് 1 കൊടുക്കുമ്പോൾ 616 ആവും. 16/2 എന്ന് പറയുന്ന 80 ആണ്. ആ 2 സീറോസും താഴോട്ട് എഴുതുക. ദെൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18-നകത്ത് 2 എത്ര ടൈംസ് ഉണ്ട്? 9 ടൈംസ് 2 സീറോസ് താഴെ ഇടുക. ദെൻ 900/2 ചെയ്യുമ്പോൾ 9-നകത്ത് 4 ടൈംസ് 4 8 2s are 8 1 ബാലൻസ് 0 കൊടുക്കുമ്പോൾ 0 10 ആവും. ദെൻ 10/2 എന്ന് പറയുന്ന 5 0 താഴെ എഴുതുക. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4-നകത്ത് 2 ടൈംസ് ദെൻ 5-നകത്ത് 2 ടൈംസ് 2 2s are 4 1 ബാലൻസ് 0 കൊടുക്കുമ്പോൾ 0 എന്താവും? 10 ആവും അല്ലേ? 10/2 5 2 25. ഇനി നമ്മൾ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3യുടെ നമുക്ക് ചെക്ക് ചെയ്യാം. 2 + 2 4 4 + 5 9 ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3s are 21 അല്ലേ? അപ്പോൾ 1 ബാലൻസ് 5 കൊടുക്കുമ്പോൾ 5 15 ആവും. 15/3 എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? വീണ്ടും 7 + 5 എന്ന് പറയുന്നത് 12 ആണ്. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 7-നകത്ത് 2 ടൈംസ് 6 വരും അല്ലേ? 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 15 ആവും. എഗെയിൻ 25. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 5 കൊണ്ട് 25 5ന്റെ ടേബിളിലാവുള്ളൂ. അപ്പോൾ 5/5 25. ദെൻ റിമൈൻഡർ വീണ്ടും നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ കിട്ടിയ നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതുക. 3600 ഈക്വൽ ടു 2 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ദെൻ 3 2 ടൈംസ് ഉണ്ട്. ദെൻ 5 2 ടൈംസ് 5 ഇൻറ്റു 5. ഓക്കെ, ഈ ഫസ്റ്റ് നമ്പർ ഏതാ? 2. 2 നമുക്ക് എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 ടൈംസ്. അപ്പോൾ 2 റൈസ് ടു 4 ഇൻറ്റു 3 എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. ദെൻ 5 2 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 റൈസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഈ തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ഇൻറ്റു 10 റൈസ് ടു 3. അതായത് 2 ഒരു തവണയുള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 10 എത്ര ടൈംസ് എഴുതണം? 3 ടൈംസ്. 10 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 എന്താവും? 1000 ആവും. 2 ഇൻറ്റു 1000 എത്ര വരും? 2000. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ 7 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. 7 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. അതായത് 7 2 ടൈംസ് 2 എത്രയാണ്? 3 ടൈംസ്. 7 ആണ് 2 ടൈംസ് എഴുതാനുള്ളത്. അല്ലാതെ 2 7 ടൈംസ് എഴുതരുത്. കുട്ടികൾ അത് ശ്രദ്ധിച്ചോളണം. 7 2 ടൈംസ് എഴുതുക. 7 ഇൻറ്റു 7
ഇൻറ്റു ഇനി 2നെ 3 ടൈംസ് എഴുതുക 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഓക്കെ ദെൻ 7 ഇൻറ്റു 7 എന്ത് വരും 49 ദെൻ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 അപ്പോൾ 49 ഇൻറ്റു 8 392 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 ഇൻറ്റു 4 റൈസ് ടു 4 അപ്പോൾ 3 ഒറ്റ തവണയേ ഉള്ളൂ 3 ഇൻറ്റു 4 എത്ര ടൈംസ് എഴുതണം 4 ടൈംസ് എഴുതുക 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഓക്കെ അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 3 അതുപോലെ എഴുതി ദെൻ 4 ഇൻറ്റു 4 എന്താണ് 16 അപ്പോൾ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ദെൻ 56 ദെൻ 256നെ അഗൈൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 768 എന്ന് വരും ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം -3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു -5 ദ ഹോൾ സ്ക്വയർ അപ്പോൾ -3 നമുക്ക് എത്ര ടൈംസ് എഴുതണം 2 ടൈംസ് എഴുതുക -3 ഇൻറ്റു -3 ദെൻ -5 എത്ര ടൈംസ് എഴുതണം -5ഉം 2 ടൈംസ് എഴുതുക. ദെൻ ഇവിടെ റൈസ് ടു പവർ എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും പവറിൽ മൈനസ് നമ്പേഴ്സിന്റെ പവറിൽ ഈവൻ നമ്പർ വന്നാൽ ആൻസറിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും പോസിറ്റീവ് ആവും. അപ്പോൾ -3 ഇൻറ്റു -3 9 ഇൻറ്റു 5 -5 ഇൻറ്റു -5 25. അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് എന്താണ് ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് ഈ മൈനസ് എന്തായത് പ്ലസ് ആയത്. അപ്പോൾ 9 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരും 225 എന്ന് ആൻസർ വരും ഓക്കെ അല്ലേ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 സ്ക്വയർ ഇൻറ്റു 10 റൈസ് ടു 4 അപ്പോൾ 3നെ നമ്മൾ എത്ര ടൈംസ് എഴുതും 2 ടൈംസ് എഴുതുക 3 ഇൻറ്റു 3 10നെ എത്ര ടൈംസ് എഴുതുക 4 ടൈംസ് 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഓക്കെ ദെൻ 3 ഇൻറ്റു 3 എന്ത് വരും 9 ദെൻ 10 ഇൻറ്റു 10 ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് വരും 10,000 എന്ന് വരും അല്ലേ. ദെൻ 9 ഇൻറ്റു 10,000 ചെയ്യുമ്പോൾ ഈ 9ൻ്റെ കൂടെ ഈ 1000ൻ്റെ സീറോസ് കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും 90,000. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ -2 ദ ഹോൾ റൈസ് ടു 5 ഇൻറ്റു -10 the whole raised to 6 അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം -2നെ 5 ടൈംസ് എഴുതുക -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2 ബാക്കി ഞാൻ താഴോട്ട് എഴുതുവാണേ. ദെൻ -10നെ എത്ര ടൈംസ് എഴുതണം 6 ടൈംസ് എഴുതുക -10 ഇൻറ്റു -10 ഇൻറ്റു -10 ഇൻറ്റു വീണ്ടും -10 ഇൻറ്റു -10 ഇൻറ്റു -10 അതായത് -10നെ 6 ടൈംസ് എഴുതുക -2നെ 5 ടൈംസ് എഴുതുക. അപ്പോൾ ഇവിടെ 2ൻ്റെ പവർ എന്ന് പറയുന്നത് -2ൻ്റെ പവർ എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആകുമ്പോൾ നമുക്കിവിടെ 2s എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും മൈനസ് ആണ്. കാര്യം എന്താ ഇവിടെ ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 2 16 16 ഇൻറ്റു 2 എന്ത് വരും 32 അപ്പോൾ -32 ആണ് ഓക്കെ ഇൻറ്റു ദെൻ 10 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഈ 10നോടൊപ്പം എത്ര സീറോ ഇട്ട് കൊടുത്താൽ മതി 6 സീറോ ഇടുക 1 2 3 4 5 6 അപ്പോൾ ഇനി നമ്മൾ സൈൻ നോക്കണം മൈനസ് ആണോ പ്ലസ് ആണോ അതിനെന്ത് ചെയ്യും ഇവിടുത്തെ പവർ നോക്കുക 6 ആണ്. 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ മൈനസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് വരും പോസിറ്റീവേ വരും. നമ്മളിവിടെ പ്ലസ് സൈന് ഇട്ടില്ലേലും കുഴപ്പമില്ല ഓക്കെ അല്ലേ. ദെൻ ഇനി എന്ത് ചെയ്താൽ മതി ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അതായത് ഈ -32നോടൊപ്പം ഈ ഇത്രയും സീറോസ് കൂടെ ഇടുക. എത്ര സീറോ ഉണ്ട് 6 സീറോ ഇടുക 1 2 3 4 5 6 ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ദയവ് ചെയ്ത് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.